ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് വിഷ്ണുവിനെ കണ്ടെത്തുക എന്നുള്ളതാ. പിന്നെ പപ്പിയുടെ കാര്യം അതെന്നിൽ നിന്നും ഒളിച്ചു വെച്ചതിന് എനിക്ക് നിങ്ങളോടൊക്കെ വിരോധം ഉണ്ടായിരുന്നു. വിഷ്ണുവിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിന്റെയാ. അല്ലാതെ വിഷ്ണുവിന്റെ സുഹൃത്തുക്കളെ തെരഞ്ഞു പിടിച്ച് അവരെ മാനസികമായും അവരുടെ ജോലി സംബന്ധമായും ബുദ്ധിമുട്ടിക്കല്ല വേണ്ടത്. കുഞ്ഞുകുട്ടി പ്രാരബ്ധങ്ങളുമായിട്ട് കൈവിട്ടു പോയ ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നവളാ ഞാൻ. ഉപദ്രവിക്കരുത്. എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ സാറേ. വിഷ്ണുവിന്റെ അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ രേഷ്മയുടെ പേര് ഉയർന്നു വന്ന വീണ്ടും നമ്മൾ തമ്മിൽ കാണേണ്ടി വരും. തെളിവുകൾ ഉണ്ടെങ്കിൽ കുഞ്ഞുകുട്ടി പ്രാരാബ്ധക്കാരിക്ക് അഴി എണ്ണേണ്ടി വരും. പറയുന്നത് റസാക്ക, TM റസാഖ്, തെറ്റയിൽ മുഹമ്മദ് റസാഖ്. പപ്പിയെ പ്രസവിച്ചത് നീ അല്ലല്ലോ, ഞാനല്ലേ? പോടി ഇങ്ങോട്ട്. സത്യമേ, സത്യമേ, പോ. സത്യമേ. പപ്പി, എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നേ? ദാ ഈ പാല് കുടിച്ചേ. ശാരദാമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. മോളെന്താ അങ്ങനെ പറഞ്ഞത്? ഇതങ്ങനെ ഒരു കാര്യമായോണ്ടാ. ആണോ? ആ, ഓ, എങ്കിലേ ഈ പാല് മുഴുവൻ കുടിച്ച ശാരദാമ്മ സത്യം പറയാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഉം. ആ, മിടുക്കി കുട്ടി. ആ, ഇനി മോള് ചോദിക്കേ, എന്താ മോക്ക് അറിയണ്ടേ? ശാരദാമ്മേ, വിഷ്ണു അച്ഛനും ചേച്ചിയമ്മേലെ എന്റെ ശരിക്കുള്ള അച്ഛനമ്മേ? ഞാനപ്പോ ഇനി അച്ഛന്നും അമ്മയെന്നും അല്ലേ അവരെ രണ്ടുപേരും വിളിക്കേണ്ടത്? അങ്ങനെ ഒരു മാറ്റവും വരുത്തണ്ട. മോക്ക് എന്താന്ന് വെച്ചാ വിളിക്കാം. അച്ഛാന്നോ, വിഷ്ണു അച്ഛാന്നോ, അമ്മയെന്നോ, ചേച്ചിയമ്മയെന്നോ, ഇനി ഇതുവരെ എന്തായിരുന്നോ വിളിച്ചോണ്ടിരുന്നത് അങ്ങനെയും വിളിക്കാം. ഇപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാലോ. അത് നമ്മുടെ മനസ്സിലുണ്ടായാ മതി. പുറമേ പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കണ്ട. പ്രത്യേകിച്ച് രോഹിത്തിനെ, ശ്യാമയും. അവരെയും അച്ഛനും അമ്മയെന്നും തന്നെ വിളിക്കല്ലേ? അങ്ങനെ പാടൂ. അല്ലെങ്കിൽ അവർക്ക് വിഷമാവൂലേ? ഇപ്പൊ എല്ലാം മനസ്സിലായി. ആ, പിന്നെ ശാരദാമ്മേ, വിഷ്ണു അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, നേരിട്ട് അച്ഛാന്ന് വിളിക്കാൻ. എവിടെ ശാരദാമ്മേ വിഷ്ണു അച്ഛൻ? വിഷ്ണു അച്ഛൻ വരും. നിങ്ങൾ രണ്ടു മക്കളെയും കാണാൻ വേണ്ടി വരും. മോള് ഈശ്വരനോട് നന്നായി പ്രാർത്ഥിക്കും വിഷ്ണു അച്ഛൻ വരാൻ വേണ്ടി. നിങ്ങൾ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച കണ്ണം വേഗം കേൾക്കും, എളുപ്പം പ്രസാദിക്കുകയും ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കാം, ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കാം. പിന്നെ ശാരദാമ്മ എന്നൊന്ന് വീട് വരെ പോവാണേ, പോയിട്ട് വേഗം ഇങ്ങി വരാം. അധികം വൈകിക്കല്ലേ? ഇല്ല, വരാട്ടോ. എങ്കിലും പ്രാർത്ഥിച്ചിട്ട് വരാവേ. കണ്ണ, എന്റെ വിഷ്ണുച്ചൻ എന്താ പറ്റിയേ? കണ്ണൻ അറിയാലോ, എന്റെ അച്ഛനാ വിഷ്ണു അച്ഛൻ, എന്റെ സ്വന്തം അച്ഛൻ. എനിക്ക് മൂത്ത് നോക്കി അച്ഛന്ന് വിളിക്കണം കണ്ണ. എന്റെ അച്ഛനെ എനിക്ക് കാണാൻ പറ്റണേ കണ്ണ. അച്ഛൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണേ കണ്ണ. കുട്ടികൾ പറഞ്ഞ കണ്ണൻ കേക്കൂന്ന ശാരദാമ്മ പറഞ്ഞത്. എന്റെ പ്രാർത്ഥന കേക്കണേ കണ്ണ. എന്റെ അച്ഛനെ എന്റെ കൺമുന്നിൽ എത്തിച്ചു തരണേ കണ്ണ.
അമ്മ ഇത് എവിടെ പോന്നു? ഞാനൊന്ന് വീട് വരെ പോവാ മോളെ. ശാരിയും പണിക്കാരും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അച്ഛന്റെ കാര്യം നിനക്ക് അറിയാവുന്നതാണല്ലോ. അതിപ്പോ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിലേക്കും തിരിഞ്ഞു നോക്കൂല. അല്ല മാം, അമ്മ ഇപ്പൊ എവിടുന്ന് പോയാ? പോയിട്ട് ഞാനിങ്ങി വരുമല്ലോ. പിന്നെ അച്ഛനും അമ്മയും പറ്റിയിട്ട് പപ്പി ചില സംശയങ്ങളൊക്കെ പറഞ്ഞു. ഞാനതൊരു മയത്തി പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അമ്മ, അമ്മയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. പപ്പിയുടെ കാര്യത്തിലുണ്ടായ തെറ്റിദ്ധാരണയും വഴക്കും എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. വിഷ്ണുവേട്ടനെ കുറിച്ച് ഒരു അറിവും കിട്ടാത്തതിന്റെ സങ്കടവും വേദനയും എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഞാൻ ഈ ഓട്ടം മുഴുവൻ ഓടുന്നു. വിഷ്ണുവേട്ടനെ കാണാത്തതിലുള്ള സങ്കടവും വിഷമവും അച്ഛനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അമ്മയും കണ്ടതല്ലേ. സത്യമ്മയുടെ കാര്യമൊക്കെ അറിയാലോ. ഈ അവസ്ഥയിൽ അമ്മ എവിടെ നിൽക്കുന്നത് എനിക്കൊരു സഹായം മാത്രമല്ല, ഒരു അനുഗ്രഹം കൂടിയാ. അത് പിന്നെ മോളെ, പപ്പിയുടെ കാര്യത്തില് സത്യാമ്മയായിട്ട് ഒരല്പം മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നു. ഇനി ഇവിടെ നിന്ന അതൊരു വലിയ വഴക്കിലേക്ക് മാറും. അതുകൊണ്ട് ഞാനൊന്ന് വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞത്. ശാരദാമ്മ ഇപ്പൊ പോണ്ട. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. മാത്രമല്ല, നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് വിഷ്ണുവിനെ കണ്ടെത്തുക എന്നുള്ളതാ. പിന്നെ പപ്പിയുടെ കാര്യം അതെന്നിൽ നിന്നും ഒളിച്ചു വെച്ചതിന് എനിക്ക് നിങ്ങളോടൊക്കെ വിരോധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അതില്ല. കാരണം പപ്പി എന്റെ മകന്റെ കുഞ്ഞല്ലേ. അവളെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയൊന്നുമില്ലല്ലോ. പിന്നെ ഇപ്പൊ എനിക്കറിയേണ്ട ഒരേ ഒരു കാര്യം വിഷ്ണുവിനെ കുറിച്ചാ. നിങ്ങളും കണ്ടതല്ലേ, അവനെ കാണാഞ്ഞു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക രാഘവേട്ടൻ. രാഘവേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. അതിന് എന്തെങ്കിലും ഒരു വഴി ഉടനെ കാണണം. അതിനൊക്കെ ശാരദാമ്മ ഇവിടെ നിന്നേ പറ്റൂ. സത്യമേ, ഞാൻ വരാം. ഞാനൊന്ന് ഇപ്പൊ വീട് വരെ പോയിട്ട് വരട്ടെ. എന്റെ ഒരു കൈ ചെന്നില്ലെങ്കിൽ കടയിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം ശാരദാമ്മയുടെ ഇഷ്ടം.